Hello everyone, welcome back to Surface Chemistry Part 15. So, നമ്മൾ ഇതുവരെ എന്ത് പറയായിരുന്നു, കൊളോയിഡൽ സൊല്യൂഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്തു, ടിൻഡൽ എഫക്റ്റ്, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ കളർ. ഇപ്പോൾ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ്റെ കളർ എന്ന് പറയുന്നത് ചില ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ് നോക്കാം. It depends on, first point, wavelength of light. Wavelength of light scattered by the dispersed particles. Next one, it depends on size and nature of the particles, and also it changes with the manner in which the observer receive the light. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന വേവ് ലെങ്ത്ത്, ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സൈസിനെയും അതിൻ്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ എങ്ങനെയാണ് ഒരു ഒബ്സർവർ അതിനെ കാണുന്നത് എന്ന രീതിയെയും എന്ത് ഡിപ്പെൻഡ് ചെയ്യും? കളർ ഡിപ്പെൻഡ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ അപ്പിയേഴ്സ് ബ്ലൂ വെൻ വ്യൂഡ് ബൈ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആൻഡ് റെഡ് വെൻ വ്യൂഡ് ബൈ ദ ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. അപ്പോൾ നമ്മൾ റിഫ്ലക്റ്റഡ് ലൈറ്റിലാണ് അത് കാണുന്നതെങ്കിൽ ബ്ലൂ കളറിലും, ട്രാൻസ്മിറ്റഡ് ലൈറ്റാണ് കാണുന്നതെങ്കിൽ റെഡ് കളറിലും ആയിരിക്കും ഒരു മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫൈനസ്റ്റ് ഗോൾഡ് സോൾ ഈസ് റെഡ് ഇൻ കളർ. ഏറ്റവും ചെറിയ ഗോൾഡിൻ്റെ ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് റെഡ് ഇൻ കളറാണ്. ആസ് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ് ഇറ്റ് അപ്പിയേഴ്സസ് പർപ്പിൾ, ബ്ലൂ ആൻഡ് ഫൈനലി ഗോൾഡൻ. അപ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കളറ് പർപ്പിൾ, ബ്ലൂ ആൻഡ് ഗോൾഡൻ ആയിട്ട് ചേഞ്ച് ചെയ്യും. നെക്സ്റ്റ്, ദ ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. അപ്പം എന്താണ് ഒരു ബ്രൗണിയൻ മൂവ്മെൻറ്റ്? നമ്മളൊരു അൾട്രാ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കൊളോയിഡൽ സൊല്യൂഷൻസ് നമ്മൾ വ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇവിടെ മൈക്രോസ്കോപ്പ് ഉണ്ട്. മൈക്രോസ്കോപ്പ് വെച്ച് വ്യൂ ചെയ്യുന്ന സമയത്ത് അൾട്രാ മൈക്രോസ്കോപ്പ് വെച്ച് വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കും എന്ന് വെച്ചാൽ, ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഒക്കെ ഒരു സിക്സാക്ക് മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിക്സാക്ക് മോഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ ഇങ്ങനെ. അപ്പോൾ ഒരു സിക്സാക്ക്, ഒരു ഡയറക്ഷൻ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ മൂവ്മെൻറ്റ് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് ബ്രിട്ടീഷ് ബോട്ടാണിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് ബ്രൗൺ ആണ്. സോ ഈ ഫിനോമിനനെ നമ്മൾ എന്ത് വിളിക്കും? ബ്രൗണിയൻ മൂവ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഒബ്സർവ് ചെയ്യണമെങ്കിൽ ചില ഫാക്ടേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ഫസ്റ്റ് വൺ, എ ഈസ് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ്. നെക്സ്റ്റ് വൺ, viscosity
ഓഫ് ദ സൊല്യൂഷൻ. വിസ്കോസിറ്റി ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ സൈസ് ഏറ്റവും ചെറുതുമാണ്, അതുപോലെ തന്നെ വിസ്കോസിറ്റി കുറവാണെങ്കിൽ ഫാസ്റ്റർ വിൽ ബി ദ മോഷൻ. faster will be the motion. Smaller the size and lesser the viscosity. Viscosity എന്ന് പറഞ്ഞാൽ എന്താ? Viscosity is the resistance to flow. Viscosity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ resistance to flow. അപ്പോൾ വിസ്കോസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായി? അതിനെ മൂവ് ചെയ്യാൻ പറ്റില്ല. വിസ്കോസിറ്റി കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൈസ് ചെറുതാണെങ്കിൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ആയിരിക്കും. ബട്ട് ഇതെന്ത് ചെയ്യുന്നില്ല? ഇറ്റ് വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ nature of the colloid. Nature of the colloid. ഫിഫ്ത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. അപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് എന്തുണ്ട്? ചാർജ് ഉണ്ട്. ആ ചാർജ് എന്താവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പം ഇങ്ങനെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അനുസരിച്ചിട്ട് നമുക്ക് എന്തുണ്ട്? പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസ് and also negatively charged souls. അപ്പോൾ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസിനും നെഗറ്റീവ് ചാർജ്ഡ് സോൾസിനും. ഏതൊക്കെ വരുന്നത്? ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്സ് വരുന്നുണ്ട്, ബേസിക് ഡൈസ്റ്റഫ്സ്, ഹീമോഗ്ലോബിൻ ഓക്സൈഡ്സ്. നെഗറ്റീവ്ലി ചാർജിൽ മെറ്റൽസ്, മെറ്റാലിക് സൾഫൈഡ്സ്, ആസിഡ് ഡൈസ്റ്റഫ്സ്, സോൾസ് ഓഫ് സ്റ്റാർച്ച്, ഗം, ജെലാറ്റിൻ, ക്ലേ, ചാർക്കോൾ എക്സെട്ര. അപ്പോൾ ഇങ്ങനെ 2 ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് വരുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെ ചാർജ് അക്വയർ ചെയ്യുന്നത് നോക്കാം. ദ ചാർജ് ഓൺ ദ സോൾ പാർട്ടിക്കിൾ ഈസ് ഡ്യൂ ടു മെയിനായിട്ട് 3 കാരണങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇലക്ട്രോൺ ക്യാപ്ചർ ബൈ സോൾ പാർട്ടിക്കിൾസ് ഡ്യൂറിങ് ഇലക്ട്രോ ഡിസ്പേർഷൻ ഓഫ് ദ മെറ്റൽസ്. അപ്പോൾ നമുക്കറിയാം മെറ്റൽസിൻ്റെ ഒക്കെ കൊളോയിഡൽ സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് പോലെയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ മെറ്റൽസിനെ ഇലക്ട്രോ ഡിസ്പേർഷൻ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം? സോൾ പാർട്ടിക്കിൾസ് ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്തിട്ട് അതിന് ചാർജ് വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയൺസ് ഫ്രം ദ സൊല്യൂഷൻസ്. സൊല്യൂഷനിൽ നിന്ന് അയോൺസിനെ അഡ്സോർബ് ചെയ്യുന്നത് വഴി അതിന് ചാർജ് ലഭിക്കാം. നെക്സ്റ്റ് വൺ, ഫോർമുലേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോം ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ലഭിക്കാം? ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലഭിക്കാം. സോ ഈ 3 റീസൺസിൽ നിന്ന് മോസ്റ്റ് ആക്സെപ്റ്റഡ് റീസൺ എന്ന് പറയുന്നത് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയൺസ് ഫ്രം ദ സൊല്യൂഷൻ. സൊല്യൂഷനിൽ നിന്ന് അയോൺസിനെ അഡ്സോർബ് ചെയ്യുന്നത് വഴി ചാർജ് ലഭിക്കുന്നു. ഇതാണ് ഏറ്റവും മോസ്റ്റ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള റീസൺ. സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാമ്പിൾസ് കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് വൺ, വെൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് ആഡഡ് ടു പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷൻ. സോ ഇവിടെ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് പൊട്ടാസ്യം അയഡൈഡ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് സിൽവർ നൈട്രേറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കും? എ പ്രസിപ്പിറ്റേറ്റ് ഓഫ് സിൽവർ അയഡൈഡ് ഫോംസ്. അപ്പോൾ സിൽവർ അയഡൈഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു. സോ ഇതെന്ത് ചെയ്യും? ഈ പ്രസിപ്പിറ്റേറ്റ് അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള അയഡൈഡ് അയോൺസിനെ എന്ത് ചെയ്യും? അഡ്സോർബ് ചെയ്യും. അതായത് പൊട്ടാസ്യം അയഡൈഡ് ആണ് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. ഇത് പൊട്ടാസ്യം അയഡൈഡ്, അതിലേക്ക് നമ്മൾ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുന്നു.
AgNO3. സോ നമുക്കിവിടെ എന്തൊക്കെയുണ്ട്? K+ ഉണ്ട്, I- ഉണ്ട്. സോ ഇവിടെ ഫോം ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റ് ആയിട്ടുള്ള AgI എന്ത് ചെയ്യും? ഇവിടെ ഡിസ്പെർഷൻ മീഡിയത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള I- ഇങ്ങനെ അഡ്സോർബ് ചെയ്യും. അതിൻ്റെ സർഫേസിലേക്ക്. സോ നമുക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾസ് കിട്ടി. നെക്സ്റ്റ് അതേപോലെ നമ്മൾ പൊട്ടാസ്യം അയഡൈഡ് ഈസ് ആഡഡ് ടു AgNO3 സൊല്യൂഷൻ. ഈ ടൈം നമ്മൾ നേരെ തിരിച്ചെടുക്കുന്നത്. ഇവിടെ എന്താ എടുക്കുന്നത്? AgNO3 ആഡ് ചെയ്യുന്നത് പൊട്ടാസ്യം അയഡൈഡ്. അപ്പം നമുക്ക് എന്ത് ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. AgI പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതെന്ത് ചെയ്യും? ഈ മീഡിയത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള Ag+നെ, പോസിറ്റീവ് ആയിട്ടുള്ള Ag+നെ അഡ്സോർബ് ചെയ്യും. Ag+. അപ്പം നമുക്ക് കിട്ടുന്ന സോൾ എന്താ? പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസ്. അനദർ എക്സാമ്പിൾ എന്ന് പറയുന്നത് FeCl3 is added to excess of hot water. A positively charged soul of hydrated ferric oxide is formed due to the adsorption of Fe3 plus ions. അപ്പം FeCl3 വാട്ടറിൽ ആഡ് ചെയ്യുന്ന സമയത്ത് Fe2O3 ഫോം ചെയ്യും, ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളത്. സോ ഇതെന്ത് ചെയ്യും? അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള Fe3+നെ, പോസിറ്റീവ് അയൻസിനെ അഡ്സോർബ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആവും. അതുപോലെ തന്നെ OH- അഡ്സോർബ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആവും. അതായത് ആ ടൈമിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ഫെറിക് ക്ലോറൈഡ് ഈസ് ആഡഡ് ടു NaOH. അപ്പോൾ നമുക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെ അഡ്സോർബ് ചെയ്ത പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യും? അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജസിനെ അഡ്സോർബ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ AgI I- അഡ്സോർബ് ചെയ്തു. അപ്പോൾ ഉണ്ടായിരിക്കുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള K+നെ, അതായത് I- ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിട്ടുള്ള K+നെ കൂടി അഡ്സോർബ് ചെയ്യും. അങ്ങനെ നമുക്ക് 2 ലെയേഴ്സ് ഫോം ചെയ്യും. So, the combination of 2 layers of opposite charges around the colloidal particle is called the Helmholtz electrical double layer. So, ഇങ്ങനെ ഫോം ചെയ്യുന്ന 2 ലെയേഴ്സിനെയാണ് നമ്മൾ ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഫോം ചെയ്യുന്ന ഫസ്റ്റ് ലെയറിന്, അതായത് AgIൻ്റെ കേസിൽ I-, ആ ലെയറിനെ നമ്മൾ എന്ത് പറയും? ഫിക്സഡ് ലെയർ. First layer of ions is firmly held and is termed as fixed layer, while the second layer is mobile. Second ലെയറിന് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാൻ പറ്റും, which is termed as the diffused layer. അതിന് ഡിഫ്യൂസ്ഡ് ലെയർ എന്ന് പറയും. സോ ഇങ്ങനെ നമുക്ക് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ലെയേഴ്സ് ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. സോ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ സീറ്റ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. The potential difference between the fixed layer and the diffused layer of opposite charges is called the electrokinetic potential or zeta potential.